എങ്ങനെയാണ് നമുക്ക് 100 വർഷം വരെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റാം? ഒരു നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഹൗ ടു ലിവ് 100 സീക്രറ്റ്സ് ഓഫ് ദ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞിട്ട്. അത് ഡാൻ ബ്യൂട്ട്നറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി, ഒരു സീരീസ് ആണ് അത് ആക്ച്വലി. ഇവർ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 വർഷം സെൻറ്റിനേറിയൻസ് കുറേ വർഷങ്ങൾ ജീവിക്കുന്ന ആളുകളുള്ള സ്ഥലങ്ങൾ പോയിട്ട്, ഒന്ന് ജപ്പാനിലെ ഒക്കിനാവ, ഇറ്റലിയിലെ സാർഡീനിയ, പിന്നെ കോസ്റ്റാറിക്ക, ഗ്രീസ്, കാലിഫോർണിയ, അവിടേക്കുള്ള ചില ഏരിയകളിലെ ആളുകൾ ഒരുപാട് വർഷങ്ങൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു എന്ന് കണ്ടിട്ട് അവരെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്, അവരെന്തൊക്കെയാണ് അവിടുത്തെ കൾച്ചേഴ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അസസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരെല്ലാവരുടെയും ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. ഒന്ന്, ഇവർ കൂടുതലായിട്ട് പ്ലാൻ ബേസ്ഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. ഇവർ പ്യുവർ വെജിറ്റേറിയൻസ് ഒന്നും ആയിരുന്നില്ല. എഗ്ഗ് കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്, മീറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് വളരെ നല്ലതായിരുന്നു. രണ്ടാമത്തത്, അവർ എക്സസൈസ്, പ്രോപ്പർ എക്സസൈസ് അല്ല, അവർ വാക്കിംഗ്, ഒരുപാട് നടക്കും ഡെയിലി. നടക്കുന്നത് നമ്മളെ സ്ട്രെയിറ്റ് പാത്തിൽ, എന്താ മീൻസ് ഒരു ലെവൽ ഗ്രൗണ്ടിൽ നടക്കുന്നതല്ല. അവർ നടക്കുന്ന സ്ഥലത്ത് കുറേ ഹില്ലുകളുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അവരുടെ വീടുകളൊക്കെ അങ്ങനെയാണ്, കുറേ സ്റ്റെപ്സ് കയറിയിട്ട് പോകുന്ന വീട്സ്, ഹില്ലി ഏരിയയിലും അങ്ങനെയുള്ള എക്സസൈസും വാക്കിംഗ്. മൂന്നാമത്തത്, ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ഫാമിലി ടൈസ് ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഫാമിലി ബോണ്ടുള്ള ആളുകളാണ്, ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അത് അവരുടെ സ്ട്രെസ്സ് കുറക്കും, ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് പ്രോബ്ലംസ് ഒക്കെ കുറക്കും. എപ്പോഴും ഒരു സ്ട്രെസ് റിലീഫും റിലാക്സേഷനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവരുടെ ലൈഫ്. പിന്നെ അതിൻ്റെ കൂടെ അവരുടെ ലൈഫിനൊരു പേർപ്പസ് ഉണ്ടായിരുന്നു, ഒരു സെൻസ് ഓഫ് പേർപ്പസ് എന്ന് പറയും. അതായത് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. ഒരു 60-70 ഇയേഴ്സ് ആകുമ്പോഴേക്കും റിട്ടയർ ആവുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അവർ അപ്പോഴും എന്തെങ്കിലും അച്ചീവ് ചെയ്യുക, ലൈഫിനൊരു പേർപ്പസ് ഉണ്ടാവും. അങ്ങനെ ഒരു പേർപ്പസോട് കൂടിയുള്ള ലൈഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ ഈ 100 ഇയേഴ്സ് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞു അത്ര സിമ്പിളാണ്, നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ല. അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആളുകളുടെ ഒരു ജനറ്റിക്സ് ഒക്കെ അതിലുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയുടെയും ജനറ്റിക്സും അവർ വളർന്നു വരുന്ന കൾച്ചറൽ സ്റ്റൈലിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ കാര്യങ്ങൾ ഇവർ ഈ സെന്റിനേറിയൻസിൻ്റെ അടുത്ത് നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ പകർത്താൻ നോക്കണം. അതായത് നമ്മുടെ ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്, നല്ല എക്സസൈസ്, ഡെയിലി വാക്കിംഗ് വിത്ത് എക്സസൈസ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ള പരിപാടികൾ, നമ്മുടെ സെൻസ് ഓഫ് പേർപ്പസ് ഫോർ ദ ലൈഫ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100 ഇയേഴ്സ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും.